നെഞ്ചുപിടയുന്ന കാഴ്ചകളുമായി അപകടസ്ഥലം. ഞെട്ടൽ മാറാതെ നാട്ടുകാർ. അപകടം ഉണ്ടായ ഉടൻ നിലവിളിയോടെ നാടോടി സംഘത്തിലെ ആളുകൾ അടുത്ത വീടുകളിലേക്ക് ഓടിയെത്തി നാട്ടുകാരെ ഉണർത്തുകയായിരുന്നു. നാട്ടുകാർ അപകട സ്ഥലത്തേക്ക് കുതിച്ചെത്തിയതോടെ കണ്ട കാഴ്ച നെഞ്ചു പിളർന്നതായിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്നവരുടെ ദയനീയമായ ദൃശ്യങ്ങൾ. അപകടത്തിൽപ്പെട്ട പലരുടെയും മുഖം തിരിച്ചറിയാൻ സാധിച്ചില്ല. ഛിന്ന ഭിന്നമായാണ് മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. വസ്ത്രങ്ങളും ബാഗുകളും റോഡിൽ ചിതറിക്കിടക്കുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതോടെ ദേശീയപാതയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിർത്തിയിട്ടിരുന്ന ആംബുലൻസുകൾ അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. പോലീസും ഉടൻ സ്ഥലത്തെത്തി. തുടർന്ന് അതീവ വേഗതയിലായിരുന്നു രക്ഷാപ്രവർത്തനം. കുട്ടികളുടെയും അമ്മമാരുടെയും കരച്ചിൽ കേട്ടിട്ടും വാഹനം നിർത്താൻ തയ്യാറായില്ലെന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ദേവി TCVയോട് പറഞ്ഞു. 4 മണിക്ക് ഉണ്ടാകും. 2 ട്രിപ്പാ വന്ന് അയാൾ ഇടിച്ചിട്ട് പോയത്. അവനല്ല അവിടെ കടന്നത്, ഇവന്റെ മേലെ കടന്നത്. ബാക്കിയുള്ള എല്ലാവരും ഒരേ സൈഡാണ് കടന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും. അപ്പം ഞങ്ങളെ നോക്കൂ. അപ്പോൾ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇത് ഒരു 4 മണിക്ക് നല്ല പിറ്റ്, 2 പേർക്കും നല്ല പിറ്റാണ്. പിറ്റത് മൊത്തം ഇടിച്ചിട്ടേ പോയിട്ട് അയാൾ അങ്ങോട്ട് 2 പേരും ഓടിപ്പോയിട്ട് എൻ്റെ അനിയന്മാർ ഓടി വന്ന് അവനെ 2 പേർക്ക് പിടിച്ചിട്ട് വന്ന് രണ്ടാമത് വണ്ടി റിസൾട്ട് എടുത്ത മൊത്തം. വാഹനം വരില്ലെന്ന് ഉറപ്പായിരുന്ന സ്ഥലത്താണ് സംഘം അന്തിയുറങ്ങിയത്. എന്നാൽ വിധി മറിച്ചായിരുന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നാണ് കാലന്റെ രൂപത്തിൽ തടിലോറി പാഞ്ഞു കയറിയത്. ഉപജീവനത്തിനായി ചെറിയ ജോലികൾ ചെയ്യാനാണ് ഈ സംഘം 3 മാസത്തിലേറെയായി അപകടസ്ഥലത്ത് തമ്പടിച്ചിരുന്നത്. TCV ന്യൂസ്, തൃശ്ശൂർ.